വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിൽ പഠനം ശക്തമാക്കിയിട്ടുള്ള നിർബന്ധമായി പഠിച്ചേ തീരൂ എന്ന് പറയുന്ന 10 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇതിൽ നമ്മുടെ ഇന്ത്യ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നമ്പർ 10 യുണൈറ്റഡ് കിങ്ഡം. വളരെ വികസിതമായ ഒരു വിദ്യാഭ്യാസ സിസ്റ്റമുള്ള ഇവിടെ ഉറപ്പായുള്ള കർശനമായ പഠന മേഖലകളാണ് ഉള്ളത്. ഇവിടെ സർവകലാശാലകളും മറ്റു സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസം നൽകുന്നു. കർശനമായ അക്കാദമിക് നിലവാരവും ഇവിടെ ഉറപ്പുവരുത്തുന്നു. നമ്പർ 9 ജർമ്മനി. ജർമ്മൻ വിദ്യാഭ്യാസം വളരെ കർശനമായതും പ്ലാനിംഗ് ഉള്ളതുമാണ്. ഉയർന്ന അക്കാദമിക് നിലവാരവും സർവകലാശാല വിദ്യാഭ്യാസവും ഇവിടുത്തെ പ്രത്യേകതയാണ്. കൂടാതെ മിതമായ അക്കാദമിക് തൊഴിലധിഷ്ഠിത പരിശീലനങ്ങൾ, ഉന്നത സാങ്കേതിക സ്കൂളുകളും ഇവിടെയുണ്ട്. നമ്പർ 8 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പഠനം വളരെ നിർബന്ധമായിട്ടുള്ള ഇവിടെ 2022 സാക്ഷരതാ നിരക്ക് 98.29 വർദ്ധിച്ചു വരികയാണ്. UAE നിലവിൽ മൊത്തം ഫെഡറൽ ഗവൺമെന്റ് ഏകദേശം 16% വിദ്യാഭ്യാസത്തിനായി നീക്കിവെക്കുന്നു. നമ്പർ 7 വിയറ്റ്നാം. ഇവിടെ വിദ്യാഭ്യാസ മേഖല വളരെ വികസിതവും കർശനവുമായ ഒന്നാണ്. വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പഠിക്കുന്നതിന് ഓരോ സ്കൂൾ തലത്തിലെയും അടിസ്ഥാനത്തിൽ അവസാനം കർശനമായ ബിരുദ പരീക്ഷകൾക്ക് വിജയം ഉറപ്പാക്കേണ്ടി വരും. മികച്ച സർവകലാശാലകൾക്കുള്ള മത്സരവും ഇവിടെ കഠിനമാണ്. നമ്പർ 6 റഷ്യ. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല വളരെ കേന്ദ്രീകൃതവും കർശനവും അക്കാദമികവുമാണ്. സർവകലാശാലകളിലുള്ള പഠനത്തിന് നിർബന്ധമായി വെല്ലുവിളി നിറഞ്ഞ ബുദ്ധിമുട്ടുള്ള എക്സാം പാസ്സായി തീരും. എല്ലാ സ്കൂളുകളും പിന്തുടരേണ്ട നിശ്ചിത നിയമങ്ങളും റഷ്യക്കുണ്ട്. നമ്പർ 5 ഇന്ത്യ. കർശനവും മത്സരബുദ്ധിയുള്ളതുമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ത്യക്കുള്ളത്. 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ഒരൊറ്റ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ മുഴുവൻ അക്കാദമിക് പ്രൊഫഷണൽ പാതയും നിർണ്ണയിക്കുന്നത്. ഇന്ത്യയിൽ വൻതോതിൽ മത്സര പരീക്ഷകൾ നടത്തിവരുന്നുമുണ്ട്. നമ്പർ 4 സിംഗപ്പൂർ. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, അതിന്റെ കാഠിന്യം, അച്ചടക്കം, PISA പോലുള്ള അന്താരാഷ്ട്ര മേഖലകളിലെ മികച്ച പ്രകടനം എന്നിവയ്ക്ക് ആഗോളതലത്തിൽ പ്രശസ്തമാണ്. 6 വയസ്സ് മുതൽ 6 വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെ നിർബന്ധമാണ്. ഇതനുസരിക്കാത്തതിന് പിഴയും ശിക്ഷയും വരെ ഈ രാജ്യം ഈടാക്കുന്നുണ്ട്. നമ്പർ 3 ജപ്പാൻ. ഉയർന്ന അക്കാദമിക് പ്രകടനത്തിന് പേരുകേട്ട വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടുത്തേത്. കഠിനമായതും കർശനമായതുമായ പഠന രീതിയും ട്യൂട്ടറിങ്ങും ഒക്കെയുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇവിടുത്തേത്. എന്നിരുന്നാലും കുട്ടികളുടെ പഠനത്തിലുള്ള സമ്മർദ്ദം കൂടാതിരിക്കാനും ഇവിടുത്തെ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്പർ 2 സൗത്ത് കൊറിയ. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല വളരെ കഠിനമായ രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. പരീക്ഷാ സ്കോറുകളിൽ തീവ്രമായ ശ്രദ്ധയും അമിതമായ മത്സരവും അസാധാരണമാം വിധമുള്ള പഠന സമയവും ഇവിടുത്തെ പ്രത്യേകതയാണ്. നമ്പർ 1 ചൈന. വിദ്യാർത്ഥികളെ ഉന്നതമായ സർവകലാശാലകളിലേക്ക് കയറ്റിവിടാൻ ഈ രാജ്യം വളരെ കഠിനമായ പഠന രീതികളാണ് ഉപയോഗിക്കുന്നത്. ജൂണിൽ നടക്കുന്ന 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒന്നിലധികം ദിവസത്തെ പരീക്ഷയാണ് വിദ്യാർത്ഥികളുടെ ഏറ്റവും കഠിനമായ ബുദ്ധിമുട്ടുള്ള പഠന രീതി. ഇവിടെയുള്ള ഹൈസ്കൂളിൽ സൈനിക പഠന രീതികളാണ് ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ രാജ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഏത് രാജ്യത്തെ പഠന രീതിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതൊന്ന് കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.